നമസ്കാരം. ഇന്നത്തെ ഈ വിജയവേദി പ്രോഗ്രാമിലേക്ക് കേരള വിഷൻ പ്രേക്ഷകരെ ഇവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡ് ഞങ്ങൾ കൊണ്ടു ചെല്ലുന്നത് ഒരു എഡ്യൂക്കേഷണൽ സെക്ടറിലേക്കാണ്. മാത്രമല്ല ഈ എഡ്യൂക്കേഷണൽ സെക്ടറിൽ ഒരു നല്ലൊരു മലയാളി ഉണ്ട്. സോ എവിടെയാണ് ഈ എഡ്യൂക്കേഷണൽ സെക്ടർ ഉള്ളത്? വി ആർ ഇൻ സൂറത്ത് റൈറ്റ് നൗ. സോ സൂറത്ത് എന്ന് പറഞ്ഞ സ്ഥലം എല്ലാവർക്കും അറിയാം. ഗുജറാത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. വളരെ ഡെവലപ്മെന്റ് ഉള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല ബിസിനസ്സിന് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു പ്ലേസ് ആണ്. ഈ പ്ലേസിലും ഒത്തിരി മലയാളീസ് ഉണ്ട്. ദേ ഹാവ് പുട്ട് ദിയർ റിയൽ ഹാർഡ് വർക്ക് ഇൻ ടു ദിയർ ജോബ്. മാത്രമല്ല അദ്ദേഹത്തിനെ പോലെ ഒത്തിരി മലയാളീസ് ഇവിടെ സക്സീഡ് ആയി. ദേ ഹാവ് റിയലി പ്രൂവൻ ദിയർ ബെഞ്ച് മാർക്ക് ഇൻ ദിസ് ഇൻഡസ്ട്രി എന്ന് തന്നെ പറയാം. സോ ഈ എഡ്യൂക്കേഷണൽ സെക്ടറിന്റെ ഈ കേരള കലാസമിതിയുടെ ഫൗണ്ടർ ട്രസ്റ്റിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു കമ്പനിയുടെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊപ്രൈറ്ററും കൂടിയിട്ടാണ്. ഹി ഹാസ് ഹിസ് ഓൺ യുണൈറ്റഡ് ആർട്ട് പ്രിന്റേഴ്സ്. സോ അദ്ദേഹം ഒത്തിരി ഡിഫറെൻറ്റ് റോൾസ് ആണ് പ്ലേ ചെയ്യുന്നത്. ഹീ ഈസ് നൺ അതർ ദാൻ മിസ്റ്റർ KRG നായർ. സോ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സോ ഒരു റോൾ പ്ലേ ചെയ്യാൻ തന്നെ ഒരാൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സാർ ഇപ്പോൾ ഒരു 2-3 റോൾസ് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് എ ഫൗണ്ടർ ട്രസ്റ്റി, ആസ് ദ പ്രസിഡന്റ് ഓഫ് ദി സ്കൂൾ, ആസ് വെൽ ആസ് എ പ്രൊപ്രൈറ്റർ. എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അല്ല, നമ്മളൊരു പ്രസ്ഥാനത്തിനോടെ ആത്മാർത്ഥത കാണിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ സംഗതികൾക്കെല്ലാം സമയം കണ്ടെത്തിയേ പറ്റൂ. സമയം ഇപ്പം നമ്മളൊരു സംഗതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിന് സമയം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എനിക്ക് ഉണ്ടായിരിക്കും. സോ ഈ ഒരു ക്വാളിറ്റി വീട്ടിൽ നിന്ന് പഠിച്ചതാണോ? തീർച്ചയായിട്ടും വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചത്. വീട്ടിലെ അച്ഛൻ എന്തായിരുന്നു? എൻ്റെ അച്ഛൻ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. സോ there is no surprise that you also become a businessman. സോ അച്ഛൻ എന്ത് ബിസിനസ് ആയിരുന്നു? അച്ഛന് പഴയ കാലത്തെ റേഷൻ കട, ജൗളി കട, പലചരക്കട, ഈ 3ഉം ഒരേ അറ്റ് എ ടൈം കൊണ്ടു നടന്നയാളാണ്. അപ്പം ഈ 3 സ്ഥാപനവും നടത്താൻ വേണ്ടിയിട്ട് അച്ഛൻ സ്വയം സമയം കണ്ടെത്തിയിരുന്നു. അത് കണ്ടാണ് ഞങ്ങൾ. ഓക്കെ, അപ്പൊ അച്ഛൻ 3 ആണെങ്കിൽ മകൻ 6 ആയിരിക്കും. സോ yet to start another more 3 more അല്ലേ? അപ്പൊ കുടുംബം എവിടെയാണ് നാട്ടില്? എന്റെ കുടുംബം കോട്ടയത്തെ പുതുപ്പള്ളി അടുത്ത് മീടം എന്ന് പറയുന്ന സ്ഥലം. ശരി. അപ്പൊ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? കുടുംബത്തിലെ ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും ഇല്ല, 2 പേരും മരിച്ചു. ഇപ്പൊ എന്റെ മൂത്ത ബ്രദറുണ്ട്. ഹി ഈസ് ഈക്വൽ ടു മൈ ഫാദർ.
അപ്പൊ എത്ര പേരാണ് ജനിച്ചത്? ഞങ്ങളെ 7 പേരാണ്. 7 പേര്. 7 പേരാണ്. 4 ആൺമക്കളും 3 പെൺമക്കളും, അങ്ങനെ 7 സഹോദരങ്ങളാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അച്ഛൻ ഒരു ബിസിനസ് ചെയ്ത ഒന്നല്ല, അച്ഛൻ 3 ബിസിനസ് ചെയ്ത കാരണം കൊണ്ട് ഫാമിലിയുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫാമിലിയുടെ വെൽത്ത് എങ്ങനെയായിരുന്നു? ഞങ്ങൾ വലിയ ഹൈ ഫൈനാൻഷ്യൽ സൗണ്ടുള്ള ആൾക്കാരല്ലായിരുന്നു, പക്ഷേ മീഡിയം. മറ്റൊരു കാര്യത്തിനും ആരെയും ആശ്രയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല? ഇല്ല ഇല്ല. ഇല്ല. ഓക്കെ. ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഇവിടെ സൂറത്തിൽ വന്നതിന് ശേഷമേ ഉള്ളൂ. സൂറത്തിലേക്ക് എപ്പോഴാണ് വരുന്നത്? സൂറത്തിലേക്ക് 1968. 68-ല് എന്തായിരുന്നു കാരണം സൂറത്തിൽ വരാൻ? ഇല്ല, സൂറത്തിൽ വരാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ സൂറത്തിൽ വന്ന എൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. സിസ്റ്ററും ബ്രദറിൻലോയും ഇവിടെ ബറോഡ റെയിൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ബ്രദറിൻലോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളി ഒരു സമയത്ത് നാട്ടിൽ വന്ന അവസരത്തിൽ പുള്ളിയെ നിർബന്ധിച്ച് ഞാൻ കൂട്ടത്തിൽ പോകുന്നതാണ്. ചുമ്മാ സ്ഥലം കാണാൻ വന്നു. സ്ഥലം കാണാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ പോകുന്നില്ല. ഇഷ്ടമായി. അപ്പൊ അന്നേ കാലഘട്ടത്തിൽ നാട് വിട്ട് വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമല്ലേ? പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഇവിടെ വരുന്ന അവസരത്തിൽ ഞാൻ കോളേജിൽ പോയിട്ടില്ല. ഞാൻ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞ് SLC പാസ്സായി ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും പഠിച്ച് ആസ് എ സ്റ്റെനോഗ്രാഫർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞ് ആക്ച്വലി 2-3 മാസം ഇവിടെ സൂറത്ത് ഇത്രയൊന്നും ഡെവലപ്മെൻ്റ് ആയിട്ടില്ല. വളരെയധികം ഫ്യൂ ഫാക്ടറീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചെന്ന് നമുക്കൊന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഒരു SLC പാസ്സായി വരുന്ന അന്നത്തെ കാലത്ത് വരുന്ന ഒരാളിനെ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് എന്ത് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹിന്ദി അറിയില്ല, ഇങ്ങനെയുള്ള കാരണം എനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ വളരെയധികം ബുദ്ധിമുട്ടി. പിന്നെ ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഫാക്ടറിയിൽ എനിക്ക് ടൈപ്പിസ്റ്റായിട്ട് ജോലി കിട്ടുന്നത്.